പറ. വെൽക്കം ടു ഹലോ ഗൈസ്, വെൽക്കം ടു ദേവൻസ് വ്ലോഗ്. അപ്പം ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. നാളെയാണ് അഡ്മിറ്റ് ആവാൻ പോകുന്നത് ഞാൻ. ഒരുപാട് സാധനമൊന്നും നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന പോലെ ഒന്നും ഇവിടെ അങ്ങനെ അവർ നേരത്തെ കൂട്ടിയൊന്നും ഒരുപാട് സാധനമൊന്നും കൊണ്ടുവരാൻ പറയത്തില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം, അത്യാവശ്യത്തിനുള്ളത് മാത്രം. പിന്നെ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പം അവിടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ നമുക്ക് ഇതുണ്ട്, മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവിടുന്ന് ഓൺ ദ സ്പോട്ട് മേടിച്ചിട്ടേ അവർ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നേരത്തെ കൂട്ടി നമ്മൾ കുഞ്ഞിനുള്ള സാധനങ്ങളൊന്നും മേടിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ അവർ സമ്മതിക്കാറില്ല. സോ ഇപ്പം അത്യാവശ്യം ഞാൻ കൊണ്ടുവന്ന സാധനം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഈ ഒരു ബാഗ് എടുക്കുന്നുള്ളൂ, ഒരുപാട് സാധനമൊന്നും ഇല്ലല്ലോ. സോ ഇതിൽ ആദ്യം എൻ്റെ ഒരു നൈറ്റി, 2 നൈറ്റി ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ബാക്കി അച്ഛനും അപ്പും ഒക്കെ വരുന്ന സമയത്ത് അവർ ബാക്കി ഡ്രസ്സ് കൊണ്ടുവരും. അപ്പം അത്യാവശ്യം രാവിലെ പോകുമ്പം വേണ്ട കാര്യങ്ങൾ മാത്രം. അപ്പം ഇതൊരു നൈറ്റിയാണ്, കോട്ടൻ്റെ ജിബുള്ളല്ലേ ഇതെടുത്ത്. ജിബുള്ള ഒരു സാധാ ബട്ടൺസ് ഉള്ള നൈറ്റിയും മേടിച്ചു ഞാൻ, ജിബ് ടൈപ്പ് നൈറ്റിയും മേടിച്ചു. സോ ഈ ഒരു നൈറ്റി നമുക്ക് എടുക്കാം. പിന്നെ ഒരു നോർമൽ ടവൽ, എനിക്ക് ഇടാൻ മേത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടവലായത്. പിന്നെ ഇത് ഒരു ബ്ലാങ്കറ്റ്, ഒരു സോഫ്റ്റ് ബ്ലാങ്കറ്റ് എക്സ്ട്രാ ഒരെണ്ണം എടുക്കുക. പെട്ടെന്ന് അവർ കുഞ്ഞുവാവയ്ക്ക് ചോദിക്കുവാണെങ്കിൽ, കുഞ്ഞാവെ നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പം ഇതെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സോഫ്റ്റും ആ മെറ്റീരിയൽ ഇതാ ഒന്നും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു, കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട്. ഒരുപാട് ഹാർഡ് എടുക്കുന്നതിനെക്കാട്ടി നല്ലത്. പിന്നെ ഇത് 1-2 കോട്ടൻ്റെ ഷോളാണ്. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ദിവസം അവിടെ നിൽക്കുന്ന അവരോട് ചോദിച്ചു എന്തൊക്കെയാ കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു കോട്ടൻ്റെ 2-3 ഷോള് ടൈപ്പ്, കുഞ്ഞിനെ പൊതിയാൻ വേണ്ടിയിട്ട്. പൊതിഞ്ഞിട്ടല്ലേ നമ്മുടെ കൈ തരുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 ഷോള്, 2 ഉള്ളൂ, 2 ഷോള് എടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൻ്റെ ഷോളാ. അപ്പോൾ തൽക്കാലം കുറച്ച് സാധനമേ ഉള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും അച്ഛനും അപ്പവും വരുന്ന സമയത്ത് അവർ കൊണ്ടുവരും. ഞാൻ അത്യാവശ്യം രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതും കോട്ടൻ്റെ തന്നെയാ. ഒന്ന് അച്ഛൻ്റെ കയ്യിൽ എടുത്തു. പിന്നെ ഒരു ഷോള്, എല്ലാം പഴയതാ, നമ്മളൊന്നും പുതിയതും മേടിക്കുന്നില്ല. ഇങ്ങനെ നോക്കി, എല്ലാം പഴയ സാധനങ്ങളാണ്, നമ്മളൊന്നും പുതിയത് മേടിച്ചിട്ടില്ല. പിന്നെ കുറേയൊക്കെ ദേവന്റെ സമയത്തുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പുതിയ സാധനങ്ങൾ മേടിക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ. സോ ഇതും എക്സ്ട്രാ വെക്കുക. ഇപ്പോഴത്തെ ഫയലും ഇത് ആക്ച്വലി ഒരു ബ്ലാങ്കറ്റ് പോലെ തന്നെയാണ്, കുഞ്ഞിന് തൊപ്പിയൊക്കെയുള്ള. ഇത് ഞാൻ മേടിച്ചല്ല, പുതിയതല്ല. ഇത് ഞാൻ ദേവന്റെ സമയത്ത് മേടിച്ചതാ. അപ്പൊ ഇപ്പൊ എടുത്തപ്പോ ഞാൻ പുറത്തെടുത്ത് വെച്ചൂന്നേ ഉള്ളൂ. കാരണം എല്ലാം പെട്ടിക്കാത്തായിരുന്നു, അമ്മ കഴുകിയൊക്കെ എടുത്ത് വെച്ചതാ. അപ്പൊ ഇതൊന്നും പുതിയ ഐറ്റംസ് അല്ല, പുതിയതായിട്ട് നമ്മൾ ഒന്നും മേടിച്ചിട്ടില്ല ഇതുവരെ, എല്ലാം പഴയ ഐറ്റംസാ. ഇതൊരു 3 ഞാൻ ദേവന്റെ സമയത്ത് മേടിച്ചതാ. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, 3 എണ്ണം. ഇപ്പൊ പുതിയതല്ല ഇത്. ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടുള്ളത് വരാൻ നേരത്ത് ഇത് കൊണ്ടുവരാനാ പറഞ്ഞേക്കുന്നത്, പിങ്ക് കളറ്. പെൺകുഞ്ഞാണെങ്കിലോ ചിലപ്പോ പറയാൻ പറ്റത്തില്ല. എന്തായാലും കുഴപ്പമില്ല, പെൺകുട്ടിയായാലും ആൺകുഞ്ഞായാലും നമ്മുടെ കുഞ്ഞ് തന്നെ. എന്നാലും ഒരു ചെറിയ കൂടുതൽ ആഗ്രഹം പെൺകുഞ്ഞ് വേണമെന്നാണ്. എന്തായാലും നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് തന്നെ ആവട്ടെ, ആരോഗ്യ ആയുസ്സും നല്ലൊരു കുഞ്ഞാവാൻ വരട്ടെ. സോ അങ്ങനെ ഈ 3 എണ്ണം ഞാൻ ഓൾറെഡി നേരത്തെ ദേവന്റെ സമയത്തെ 4 വർഷം മുന്നത്തെ സാധനമാണ്, അല്ലാതെ ഇപ്പൊ ഞാൻ പുതിയതായിട്ടൊന്നും മേടിച്ചില്ല. സോ ഇത് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. അപ്പവും ഇല്ല, അത് ഇത് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പറയുമ്പോ കേൾക്കത്തില്ല, പിന്നെ അമ്മ തരാം. ഇത് അച്ഛനും പിന്നീട് വരുമ്പോ അവര് കൊണ്ടുവരും. ഇത് പാക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ, ഇപ്പം ഞാൻ കൊണ്ടുവന്നില്ല.
പിന്നെ ഈ തോർത്തും ഇതുമല്ലേ, ഇതൊരു തോർത്ത് പിന്നെ എൻ്റെ ഒരു നൈറ്റിയും കൂടെ എക്സ്ട്രാ, പിന്നെ ഒരു ഷോള്, കോട്ടന്റെ ഒരു ഷോൾ എക്സ്ട്രാ എടുത്ത്. ഇതൊക്കെ അച്ഛൻ വരുമ്പോ കൊണ്ടുവരും, ഞാൻ കൊണ്ടുപോകത്തില്ല. പിന്നെ മെയിൻ ആയിട്ട് വേറെ കുറച്ച് ഐറ്റംസ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ എണ്ണിച്ചേ ഉണ്ട്, ആ സാധനം ഇങ്ങനെ തന്നെ. അതാ ഫയലും അമ്മയുടെ പേഴ്സും. പിന്നെ ഒരു പാത്രവും സ്പൂണും കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അവിടെ നിൽക്കുന്ന സിസ്റ്റർമാര്. ഫ്ലാസ്ക് താടാ അമ്മ, അതിങ്ങനെ തന്നെ അമ്മയെല്ലാം. പിന്നെ ഞാന് ഒരു ഫ്ലാസ്ക് എടുക്കുന്നുണ്ട്, ചൂടുവെള്ളം എങ്ങാനും അത്യാവശ്യം പെട്ടെന്ന് ഒരു ഫ്ലാസ്ക് എടുക്കുന്നു. അതുകൊണ്ട് അയ്യ, അത് പെമ്പിള്ളേർ ചെയ്യുന്ന കാര്യം അവര് അവര് കളിയാക്കും, ദേവൻ പെണ്ണാന്ന് പറയും. ഇപ്പം ഫ്ലാസ്ക് എടുക്കുന്നുണ്ട് ഞാന്. ഇവനെ കൊണ്ട് ഒന്നും വയ്യല്ലോ ഗൈസ്, മിണ്ടായിരിക്കും നിക്ക്, ഞാൻ പറയട്ടെ, പറഞ്ഞ് ഞാൻ ദേവന് തരാം. പിന്നെ ഇതൊരു ലിപ് ബാം, ജസ്റ്റ് ഒന്ന് എടുക്കുന്നേ ഉള്ളൂ പെട്ടെന്ന്. ലിപ്സ്റ്റിക് ആണ് ഇത്, ലിപ്സ്റ്റിക് അല്ല ഗൈസ്, ഇത് ലിപ് ഗ്ലോസ് ആണ്. ഇതേണ്ടേ, ഇത് തീരാറുമായി, ദാരിദ്ര്യമാണ് ഗൈസ്. പിന്നെ വേണ്ട, ഇടരുത്, ഇപ്പം കുളിക്കാതെ ഇടത്തില്ല ആരും. പിന്നെ പതഞ്ജലിയുടെ ഒരു അലോവേറയുടെ ജെല്ല്, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആയിട്ട്. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ചെന്ന് കഴിയുമ്പം എൻ്റെ അവസ്ഥ അനുസരിച്ചിരിക്കും. ഒരു ചെറിയ റബ്ബർ ബാൻഡ് എടുക്കുന്നുണ്ട്, ഒരെണ്ണം കൂടെ എടുക്കണം, ചിലപ്പോൾ 2 സൈഡ് കെട്ടാൻ പറയുമ്പോൾ അങ്ങനെ. പിന്നെ ഇത് ഫയല്, മറക്കാതെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഫയല്. നമ്മൾ പെട്ടെന്നുള്ള ധൃതിക്ക് മറന്നു പോകും ചിലപ്പോൾ എടുക്കേണ്ട ഒരു ഫയലാണ് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ. പിന്നെ ഇത് പൊട്ട് പറഞ്ഞോ. പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ, പിന്നെ എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ ഉണ്ട്, വേണ്ടാത്ത കുറെ ഡോക്യുമെന്റ്സും ഉണ്ട്. ഡോക്യുമെന്റ് അല്ല, കാർഡ്. ഇപ്പം ഇതിനകത്ത് ഇതിനകത്തിപ്പം ഉള്ളതെന്ന് പറയുമ്പം കുറച്ച് പൈസ ഉണ്ട്, അത് ഗ്യാസുകാർ ഇപ്പം ഇവർക്ക് കൊടുക്കണം. കുറച്ച് പൈസ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോ, പിന്നെ ആധാർ കാർഡ്, ഷോൾ എടുക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ്. ഇതിപ്പോ ഞാൻ എന്റെയും ചേട്ടന്റെ ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ അടുത്ത് നോക്കണം ഇത് ഒന്നും കൂടെ. ആധാർ കാർഡും പാൻ കാർഡും അത്യാവശ്യമായിട്ട് വേണ്ടി വരത്തുള്ളൂ. ഇപ്പം ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അതിനകത്ത് ഇരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തില്ല. നമ്മളിത് ചേട്ടന്റെ പാൻ കാർഡ്, ചേട്ടന്റെ ആധാർ കാർഡ്. അപ്പൊ ഇതൊക്കെ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട സാധനം, മറക്കാതെ എടുക്കേണ്ട സാധനങ്ങളാ. ചെന്ന് കഴിയുമ്പോൾ ചോദിക്കത്തില്ലേ. ഇത്രയേ ഉള്ളൂ. പിന്നെ എടുക്കുന്നതെന്ന് പറയുമ്പം ബ്രഷ്, പേസ്റ്റ്, അതൊക്കെ പിന്നെ നാളെ രാവിലെ ആയാലും എടുത്ത് വെക്കാം. സോ ഇത്ര ഐറ്റംസ് ഞാനിപ്പോ കൊണ്ടുപോകുന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും. പിന്നെ എൻ്റെ ഇയർപോഡ്, എൻ്റെ അല്ല, ഇത് അജിത്തേട്ടൻ്റെ അടിച്ചു മാറ്റിയത്. സോ ഇത്രയും ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അച്ഛനും അപ്പവും വരുന്ന സമയത്ത് അവർ കൊണ്ടുവരും. സോ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ പാക്കിംഗ് ബാഗ്, ഒരു ചെറിയ വീഡിയോ. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിലാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. കുഞ്ഞിനുള്ള സാധനങ്ങളും എല്ലാവരും മേടിച്ച് വെക്കാറും ഉണ്ട്, കൊണ്ടുപോകാറും ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച്, എൻ്റെ അമ്മയെന്നൊക്കെ പറയുമ്പം എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അമ്മയ്ക്കൊക്കെ ഒരു പേടി, നമ്മൾ നേരത്തെ കൂട്ടി ഒന്നും മേടിച്ച് വെക്കത്തില്ല എന്നൊക്കെ ഒരു ഇത്. അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചിട്ടില്ല പുതിയതായിട്ടുള്ള സാധനങ്ങള്, എല്ലാം പഴയ സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്, അത് അവരവരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ കൊറോണ സമയത്ത് നമുക്ക് ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു, ഒന്നുമില്ല, എല്ലാം പഴയ സാധനങ്ങളും കിട്ടുന്ന സാധനങ്ങളൊക്കെ. ഇപ്പൊ ദേവന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൊറോണ സമയത്തുള്ളതാ ഇവൻ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇട്ട തുണികളൊക്കെ ആയിരുന്നു അവൻ ഇട്ടത്. കാരണം നമുക്ക് ഒന്നും കിട്ടാൻ വഴിയില്ല. ഫുൾ ലോക്ക്ഡൌണും നല്ല എന്താ പറയാ ടോപ്പിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പിന്നെ നമുക്കൊന്നും അവൈലബിൾ അല്ല. അപ്പൊ പിന്നെ വലിയൊരു ഇട്ട തുണിയാക്കി ഇവൻ ഇട്ടത്. പിന്നെ നമ്മൾക്ക് ആ സമയത്ത് നമ്മുടെ ഡോക്ടർ നമ്മളെ കുറെ ഹെൽപ്പും ചെയ്തിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഡോക്ടർ നമുക്ക് തന്നു. അങ്ങനെ ഒക്കെ. സോ പിന്നെ കുഞ്ഞാവ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ മെഡിക്കൽ സ്റ്റോർ ഉള്ളത് കൊണ്ട് എല്ലാ സാധനവും നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഊരുവേ. നമ്മുടെ വളകാപ്പിന്റെ വള, സ്വർണം, ഇതൊക്കെ ഞാൻ രാവിലെ ഇന്ന് രാത്രിയിലേക്ക് എല്ലാം ഊരി വെച്ചിട്ടേ പോകത്തുള്ളൂ. സ്വർണം ഒന്നും ഇട്ടുകൊണ്ട് ഞാൻ പോകത്തില്ല. എല്ലാം ഊരി വെച്ചിട്ട് നാളെ രാവിലെ 7 മണിക്കാണ് ഫാസ്റ്റിങ്ങിലാണ് എന്നോട് വരാൻ പറഞ്ഞ ഡോക്ടർ. 7 മണിയാകുമ്പോൾ 9 മണിക്ക് എന്നെ എന്റെ ഫസ്റ്റും സിസേറിയൻ ആയിരുന്നു, സെക്കൻഡും ദൈവം സഹായിച്ച സിസേറിയൻ തന്നെയാണ്. അപ്പോൾ നോർമലിന് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ സിസേറിയൻ ചെയ്യും. ഒന്നും കൂടെ അവർക്ക് റിസ്ക് എടുക്കാൻ റെഡിയല്ല. സോ സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു ഡീപ്പ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എന്താ പറയാ, എന്തുകൊണ്ട് സിസേറിയൻ ആയി എന്നൊക്കെയുള്ള സംഭവം. സോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നാളെ രാവിലെ 7 മണിയാകുമ്പോൾ ഫാസ്റ്റിങ്ങിന് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു. 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റും. 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ പുറത്തിറങ്ങും. എനിക്ക് ബോധം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ വീഡിയോ ചെയ്യും. അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുക്കുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ലാഗ് അടിച്ച് ബോറാക്കുന്നില്ല. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺസ് ഉണ്ട്, അതും പ്രസ് ചെയ്യാം. എന്നാലേ നമുക്ക് വരുന്ന വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് വീഡിയോസ് എന്ന് പറയുമ്പോൾ എന്റെ പ്രഗ്നൻസി റിലേറ്റഡ് ഉള്ള വീഡിയോസ് ആയിരിക്കും. നശിപ്പിക്കുമല്ലോ. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടാം. ഇത്രയും 9 മാസം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല പ്രഗ്നൻസിയെ കുറിച്ച്. അപ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവര് പറയുന്നുണ്ടായിരുന്നു നീ രേഷ്മ പ്രഗ്നന്റ് അല്ലേ, ഇപ്പം ആ റിലേറ്റഡ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുകയെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. സോ ഞാൻ എടുത്തു വെക്കാം എല്ലാ വീഡിയോസും. നമുക്ക് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ.